Good morning, friends. It's me, Simon, YouTube channel. It's me, Simon Varghese, Facebook, Simon Varghese, Instagram. Welcomes you all. Okay. Have a fantastic, positive day. നമ്മളെപ്പോഴും പറയുന്നത് പോലെ ബി പോസിറ്റീവ് ഓൾവേസ്. അതുമാത്രമേ നമുക്ക് റിസൾട്ട് തരത്തുള്ളൂ. നെഗറ്റീവ് പറഞ്ഞ് ജീവിതം കളയാമെന്നല്ല ഒരു പ്രയോജനമില്ല. ഓക്കെ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ വിഷമം ഉണ്ടാക്കാം, അവരെ ദുഃഖിപ്പിക്കുക, ഒരു കാര്യമില്ലാത്ത ചില കമൻറ്റുകൾ, ചില ആക്ഷൻസ് ഒക്കെ ഒഴിവാക്കുക. ഓക്കെ, ഒരു നേട്ടമില്ലാത്ത കാര്യം, പക്ഷേ മറിച്ച് നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുത്താൻ അത് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് ബി പോസിറ്റീവ് ഓൾവേസ്. ഓക്കെ, നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത് നമ്മുടെ യുവാക്കൾ എല്ലാം പഠിച്ച് മിടുക്കന്മാരായ യുവാക്കൾ വിദേശത്തേക്ക് പോകുന്നു, പഠിച്ച് മിടുക്കരായി. കാരണം ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, സോഫിസ്റ്റിക്കേറ്റഡ് ആണ്, കൾച്ചേർഡ് ആണ്, സ്മാർട്ടാണ്, ഇൻ്റലിജൻ്റ് ആണ്. ഈസി ആയിട്ട് അവർക്ക് നല്ല അടിപൊളി ജോലി വിദേശത്ത് കിട്ടുന്നു. ഇവിടെ ജോലി കിട്ടി അവരിവിടെ നിൽക്കുകയല്ലേ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിന്നേക്കാം, പക്ഷേ മെച്ചപ്പെട്ട വേതനം കൊടുക്കണം. അത് കൊടുക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ IT കമ്പനികൾ പോലും എത്ര മോശം പേയ്മെൻറ്റാണ് കൊടുക്കുന്നത്. എവിടെ ചോദിക്കുന്നത്? മൈക്രോസോഫ്റ്റിലാണ്, TCSലാണ് എന്നൊക്കെ പറയും. പക്ഷെ സാലറി വളരെ കുറവാണ്. അതുകൊണ്ടാണ് കുട്ടികൾ ചാടി വിദേശത്ത് പോകുന്നതിൻ്റെ കാര്യം. അപ്പോൾ നമുക്ക് എന്നാൽ ഇതൊക്കെ നിൽക്കെ തന്നെ വലിയൊരു പോസിബിലിറ്റി നമ്മുടെ മുമ്പിലുണ്ട്. അതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ എഡ്യൂക്കേഷൻ കൊള്ളാം, കൾച്ചറിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊള്ളാം, എല്ലാം കൊള്ളാം. അതുകൊണ്ടാണ് നമ്മൾ ലോകത്തിലെ മിടുക്കന്മാരായിട്ട് ലോകത്തിന് മുഴുവൻ ഈ മാൻ പവർ കൊടുക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയത്. ഇന്ത്യയിലെ നമ്മുടെ പാമ്പിനെ ഊതുന്ന കുഴലോ അല്ല അങ്ങനെയുള്ള എന്തെങ്കിലും ആണോ നമ്മളെ ലോകത്ത് ഇത്രയും പ്രശസ്തരും പ്രമുഖരുമാക്കിയത്? ഒന്നുമല്ല. നമ്മളെ ലോകത്ത് പ്രശസ്തരും പ്രമുഖരുമാക്കിയത് ലോകത്തിനാവശ്യമായ മിടുക്കന്മാരായ തൊഴിലാളികളെ, യുവാക്കളെ എല്ലാം നമ്മൾ സപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ലോകത്തുള്ളവർക്കെല്ലാം ഇപ്പോൾ ഇന്ത്യ ഒരു ഇഷ്ടരാജ്യമായി മാറിയത്. കാരണം അവരുടെ രാജ്യത്തെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികളാണ്, എസ്പെഷ്യലി മലയാളീസ്. അത് നമുക്ക് അഭിമാനമുണ്ട്. പക്ഷേ ഇൻ ദി മീൻ ടൈം നമുക്കിവിടെ നമ്മുടെ യുവപ്രതിഭകളെ ഉപയോഗിക്കാനുള്ള മാർഗങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുന്ന നല്ലതല്ലേ? ചിലർ കഴിഞ്ഞ ദിവസമൊക്കെ എന്നോട് പേഴ്സണലായിട്ട് ഇത് ആവശ്യപ്പെട്ടു. അതും കൂടെ നമുക്കൊന്ന് ആലോചിക്കണം. എങ്ങനെ നമുക്ക് നമ്മുടെ ഈ യുവാക്കളെ ഈ നാടിൻ്റെ പ്രിയപ്പെട്ട മക്കളായി ഇവിടെ സ്വരൂപിച്ച് നിർത്താൻ കഴിയും എന്ന് ഗുഡ് മോർണിംഗ് എന്ന് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. അതായത് നമുക്ക് പലതരത്തിൽ നമ്മുടെ ജീവിതം കണ്ടെത്താൻ പറ്റും അല്ലേ? ഇന്ത്യയിലെ രീതി അനുസരിച്ച് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനം നടത്തിയാലും ജീവിക്കുക. അവർക്കൊന്നും പ്രത്യേകം ജോലിയില്ല, വരുമാനം, പക്ഷെ അവരെല്ലാം അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ദാറ്റ് മീൻസ് അവർ ബ്രെഡ് വിന്നിങ് ജോലി ചെയ്യുന്നുണ്ടെന്നാണ് അതിന് യാതൊരു സംശയം വേണ്ട. പിന്നെ ഡോക്ടർമാരാകാം, എൻജിനീയർമാരാകാം, സിവിൽ സർവീസ് ഓഫീസേഴ്സാകാം, സിവിൽ സർവീസിൽ IAS ഇല്ലാത്ത KAS ആളുകളാകാം, സാധാരണ ഉദ്യോഗസ്ഥന്മാരാകാം, ഒക്കെ എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷെ അത് മതിയോ? നമ്മുടെ ഈ നാടിന് വേണ്ടി നമ്മുടെ കഴിവുകൾ, സർഗചേതനകളെ ഉണർത്തണ്ടേ? അതിനെന്താ മാർഗം? അതിലൊരു ഒന്നാന്തര മാർഗമുണ്ട്. അത് ഞാൻ പറയുന്നതല്ല, കേരള സംസ്ഥാന സർക്കാർ കണ്ടെത്തി അത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ട്. അതായത് സ്റ്റാർട്ടപ്സ്, പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക, കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യുക, പ്രൊഡക്ഷൻ ഗ്രോത്ത് കൂട്ടുക. അത് നമ്മുടെ യുവാക്കളെയും യുവതികളെയും ഒരു തൊഴിൽ ദാതാവാക്കാനുള്ള പരിശ്രമമാണ് ഇനി നടത്തേണ്ടത്. ഇതുവരെയുള്ള നമ്മുടെ വിദ്യാഭ്യാസത്തിലെല്ലാം എങ്ങനെ നൂതനമായ ഉയർന്ന തുക സമ്പാദിക്കാൻ തക്കുന്ന തരത്തിലുള്ള ഉപജീവന മാർഗം നേടുവാൻ തക്കമുള്ള പരിശീലനങ്ങളായിരുന്നു. വളരെ ചുരുങ്ങിയ കോളേജുകളും സ്കൂളുകളും അത് വ്യത്യസ്തമായി നിൽക്കുന്നുണ്ട്. നമുക്ക് കോട്ടയത്തെ പ്രശസ്തമായ പള്ളിക്കൂടം
എൻ്റർപ്രനേഴ്സിനെ സൃഷ്ടിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുപോലെ കുറേ സ്ഥാപനമുണ്ട്. എണ്ണിയാൽ നിങ്ങൾക്ക് തന്നെ നോക്കി മനസ്സിലാക്കാം. നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കയറി സെർച്ച് ചെയ്താൽ അത്തരം സ്കൂളുകളുടെയൊക്കെ പേര് കിട്ടും. എന്നിട്ട് അവിടെയൊക്കെ നമ്മുടെ കുട്ടികളെ ചേർക്കാൻ ശ്രമിക്കും. ഒരു കാര്യമുണ്ട്, ഒരു എൻ്റർപ്രനർ ആവുക എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ജീവിതകാലം മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനം നടത്തി ഒരു MLA യോ MP യോ മന്ത്രിയായി എത്രയോ ലേറ്റായിട്ട് ഇതൊക്കെ കിട്ടുന്നത്. മറിച്ച് നിങ്ങളൊരു വ്യവസായി ആയാലോ, വാണിജ്യ വ്യവസായി മാറിയാലോ നിങ്ങളെ ലോകം ശ്രദ്ധിക്കും, ജനം ശ്രദ്ധിക്കും, ആദരിക്കും. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി വിദേശത്തൊക്കെ പോകുമ്പോൾ കൂടെ പോകുന്ന ആരാ? കളിയാക്കി പറയാം അദാനിയും അംബാനിയൊക്കെയാണ് പോകുന്നതെന്ന് പറയാം. പക്ഷേ അവരാരാ? അവരിന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ബിസിനസ്സുകാരാ. ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്ത് പല രാജ്യത്തും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന മിടുക്കന്മാരാണ്. കുശും കുന്നായ്മയെന്ന് ആർക്ക് വേണമെങ്കിലും പറയാം. പക്ഷെ അവരില്ലെങ്കിൽ ഇപ്പോൾ അദാനിക്ക് ജീവിക്കാൻ എന്ത് വേണം ഒരു ദിവസം? അതെല്ലാം കഴിച്ചുകൊണ്ട് വീട്ടിൽ ഇരുന്നാലോ, നമ്മളെപ്പോലെ ഇരുന്നാലോ? ഈ നാട്ടിൽ നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ട്, വിഴിഞ്ഞം പോർട്ട്, ഇതിൻ്റെയൊക്കെ നോക്കി നടത്തിപ്പോൾ ആരാ? അദാനി. അപ്പോൾ അദാനി കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന നടക്കുമോ? ഇപ്പോൾ നമ്മൾ പറയാം, നമ്മുടെ ഇവിടെ ഒരു വലിയ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. അത് വളരെ പണ്ട് ആരംഭിച്ചതാണ്. ഇന്നിപ്പോൾ കേരളത്തിലെ പ്രധാന വർക്കുകളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നവരാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് പോലും പണിയുന്നവരാണ്. മിടുമിടുക്കന്മാരാണ്. അവരെ കുറ്റം കൊണ്ട് കാര്യമുണ്ടോ? ആയിരക്കണക്കിന് എഞ്ചിനീയർമാരുടെ ഒരു ഗ്രൂപ്പ് അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 10,000 തൊഴിലാളികളും. അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും ഏതാ സ്ഥാപനം. അപ്പം അവർക്ക് അവരുടെ ആ ഒരു കഴിവും പ്രാപ്തിക്കും അനുസരിച്ചാണ് വർക്കുകളൊക്കെ കൊടുക്കുന്നത് ഗവൺമെൻറ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, നമ്മുടെ കുട്ടികളെ എൻ്റർപ്രനേഴ്സ് ആക്കാനുള്ള പരിശ്രമം കുറച്ചും കൂടെ ശക്തിപ്പെടുത്തണം. എസ്പെഷ്യലി ഇൻ കേരള നന്നായിട്ട് രാജീവ് മന്ത്രിയുടെ നേതൃത്വം നടക്കുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ത്യക്ക് തന്നെ മാതൃകയായി ലോകത്തേക്ക് ഏറ്റവും കൂടുതൽ വൈശിഷ്ട്യ വസ്തുക്കൾ, സാധാരണ രീതി നമ്മളെ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ്റെ അതുപോലെയുള്ള ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ, മെറ്റീരിയൽസ്, അങ്ങനെ വളരെ ഡീപ്പായിട്ട് ചിന്തിക്കാവുന്ന ശാസ്ത്രീയമായ ഒരു സങ്കലനം വേണ്ട പ്രോഡക്ട്സ് കേരളത്തിൽ നിന്നാണ് പോകുന്നത്. കൂട്ടിക്കണ്ടോടെ നമ്മൾ എൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകത്തിന് മുഴുവൻ. സ്റ്റെൻ്റൊക്കെ പോലെയുള്ള അത്യാധുനികമായ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത് കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ അഭിമാനം. അതുപോലെ എൻ്റർപ്രനേഴ്സ്. അപ്പോൾ നമ്മൾ വളർത്തിയെടുക്കേണ്ടുന്നൊരു സംസ്കാരം, തൊഴിൽ ദാതാക്കളായി നമുക്ക് മാറണം. പട്ടേലുമാരെ പോലെ. പട്ടേലുമാരൊക്കെ അങ്ങനല്ലേ, ബിസിനസ്സിൽ അവർ കൊടുത്തത്. നമ്മുടെ യുവാക്കൾ അതിലേക്ക് ശ്രദ്ധിച്ചാൽ അവർക്ക് ഈ ദേശം വിട്ട് പോകേണ്ട കാര്യമില്ല. വിദേശത്ത് പോയാൽ ഒരു മാസം 3 ലക്ഷമോ 4 ലക്ഷമോ ശമ്പളം കിട്ടുമെങ്കിൽ, അവനൊരു മാസം 10 ലക്ഷം ഇവിടെ നേടാൻ കഴിയുമെങ്കിൽ അവനെന്തിനു പോകണം? അവൻ ഇവിടെ ആ സജ്ജീകരണത്തിനൊക്കെ നേതൃത്വം വഹിച്ചിട്ട് അവൻ ലോകം മുഴുവൻ ചുറ്റി നടന്ന് കാണാനും ലോകത്തിൻ്റെ മാറ്റങ്ങൾ പഠിക്കാനും കഴിയത്തില്ലേ? അത്തരത്തിൽ നമ്മുടെ യുവാക്കളെ വളർത്താനായിട്ട് അതിന് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പം പുറത്തു പോകാൻ ആഗ്രഹമുള്ളവർ പൊയ്ക്കോട്ടെ. 1000 കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചെടുത്താൽ അതിൽ 920 പേരും പൊക്കോട്ടെ. ബാക്കി 80 പേരുണ്ടല്ലോ, 80 പേരുടെ എൻ്റർപ്രനർ ആയാലോ? അങ്ങനെ ഓരോ സ്കൂളും ഓരോ ജില്ലയും പ്രൊഡ്യൂസ് ചെയ്താലോ നമുക്ക് ആവശ്യത്തിനുള്ള അതിൽ കവിഞ്ഞ് എൻ്റർപ്രനേഴ്സിനെ കിട്ടും. ബോധ്യപ്പെടുത്തേണ്ടുന്നൊരു കാര്യം, യുവാക്കളെ ഈ എൻ്റർപ്രനേഴ്സ് ആരാണ് എന്ന് ബോധ്യപ്പെടുത്തണം. അവൻ ദൈവതുല്യനായ ഒരു മനുഷ്യനാണ് എന്ന് അവന് മനസ്സിലാക്കി കൊടുക്കണം. കാരണം നമുക്ക് അന്നം തരുന്നാരാ? ദൈവം അല്ലേ? ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിലൊരു 5 ലക്ഷം രൂപ അല്ലെ 1,000 രൂപ ഉണ്ടെന്ന് വിചാരിക്കും, അതവിടെ കിടക്കത്തേ ഉള്ളൂ. മറിച്ച് ഞാനതെടുത്ത് എന്തെങ്കിലും നൂതനമായൊരു പരിപാടി തുടങ്ങി, തട്ടുകട തുടങ്ങിയ 3 പേർക്ക് പണി കൊടുക്കും, ആ 3 പേരുടെ കുടുംബവും ഇതുകൊണ്ട് ജീവിക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ ഒരു എൻ്റർപ്രനർ ആകുമ്പം അയാൾ എത്ര കുടുംബത്തിനാണ് അന്നം കൊടുക്കുന്നത്? കാര്യം അവൻ അധ്വാനിച്ചിട്ടായിരിക്കാം. പക്ഷേ എത്രയോ ബംഗാളികൾ റോഡ് സൈഡിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട്, പണി കിട്ടിയില്ല. പണി കൊടുക്കാനൊരു തൊഴിൽദാതാവ് വേണ്ടേ? അപ്പം തൊഴിൽദാതാവിന് 2 കാര്യം. ഒന്ന്, 10, 40 അല്ലെങ്കിൽ 100 കുടുംബത്തിന് നാഥനായി അവരുടെ പ്രാർത്ഥന കിട്ടുന്ന രീതിയിലൊരു മിടുക്കനായി മാറാം. 2, സ്വതമേ തന്നെ ലോകത്തിൻ്റെ മാതൃകയായി ഈ നാട്ടിൽ അന്തസ്സായിട്ട് ജീവിക്കാം, അടിച്ചു പൊളിച്ച് ജീവിക്കാം. അതോടൊപ്പം യാത്രകൾ ധാരാളം ചെയ്യണം. ഒരു ബിസിനസ് തുടങ്ങി വിജയിച്ചെന്ന് പറഞ്ഞാൽ അതിൽ നിൽക്കരുത്. ലോകം മുഴുവൻ സഞ്ചരിച്ച് ജപ്പാനിലെയൊക്കെ
ഓരോ വർഷത്തെയും ഷോകളുണ്ട്, അതൊക്കെ പോയി കാണണം. ഡൽഹിയിൽ ഷോ, അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നൂതനങ്ങളായ ആശയങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും നൂതനങ്ങളായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം. അപ്പോൾ അത്തരത്തിൽ നമുക്ക് കഴിയുന്നൊരു സംസ്കാരം വളർത്തിയെടുക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ TV ഒരു ഇതിൽ പറഞ്ഞതുപോലെ ഇതെല്ലാം ചെയ്യുമ്പം ഒരു 5 to 8% ത്രോൺ ഔട്ടായി പോവും, യുവാക്കളും യുവതികളും. പക്ഷേ അവരെ കൂടി പുനരധിവസിപ്പിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണം. കാരണം നന്നായിട്ട് പഠിച്ചില്ല, നേഴ്സിങ്ങിന് പോകാൻ പറ്റിയില്ല, വിദേശത്ത് പോകാൻ പറ്റിയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നാട്ടിൽ പിന്നെ കൊട്ടേഷൻ്റെ കാരുടെയൊക്കെ പുറകെ നടന്ന് അത്യാവശ്യം ചില്ലറ ഒപ്പിക്കുന്ന, അല്ലെ ഡ്രഗിന് അഡിക്റ്റാകുന്ന, ജീവിതം നിരാശയിലാണ്ട് പോകുന്ന കുറേ വിഭാഗമുണ്ട് യുവാക്കൾ. അവരെ കൂടി നമ്മൾ കൈപിടിച്ച് ഉയർത്തണം. അങ്ങനെ ഗുണ്ടകളുടെയും ലിസ്റ്റിലൊന്നും കൈപ്പെടാതെ യുവാക്കളെ, മിടുക്കന്മാരെ പരിശീലനം കൊടുത്ത് അവരെയും ഉപയോഗപ്പെടുത്തണം. നിനക്ക് പഠിക്കാനും പറ്റിയില്ല, നേഴ്സാകാനും പറ്റിയില്ല, അല്ലെങ്കിൽ MCA പാസ്സാകാൻ പറ്റിയില്ല. MCAക്കാർക്ക് വലിയ ഡിമാൻഡാണ് വിദേശം. അതുപോലെ കമ്പ്യൂട്ടർ ചെയ്യാൻ പറ്റി വേണ്ട, ബാക്കി എന്തെല്ലാം സോഴ്സ്. അപ്പോൾ അവരെ പുനരധിവസിപ്പിക്കാൻ സ്പെഷ്യൽ പ്രോജക്ട്സ് മസ്റ്റ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഗവൺമെൻറ്. അവരെ അങ്ങനെ കൊട്ടേഷൻകാരുടെ കയ്യിലിട്ട് കൂട്ടിക്കൊടുക്കരുത്. കൊട്ടേഷൻകാരുടെ കയ്യിൽ നിന്ന് അവസാനം കൊട്ടേഷൻ കൊണ്ട് തന്നെ തീരും, അത് വേറെ കാര്യം. അപ്പോൾ അതിനെ തടയണമെങ്കിൽ ഈ ത്രോൺ ഔട്ട് ആകുന്ന യുവാക്കളും യുവതികളെ കൂടി നമ്മൾ സഹകരിപ്പിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയെ കൊണ്ടുവരണം. അപ്പം വിദ്യാഭ്യാസം കൊണ്ട് അവർ ഉയർന്നു വരണം. അതിലെന്തെങ്കിലും കാരണവശാൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ആളുകൾക്ക് കുടുംബ പ്രശ്നമാകാം, മാതാപിതാക്കളുടെ കലഹമാകാം, മദ്യപാനമാകാം, പല കാരണങ്ങളും കൊണ്ട് അവർക്ക് പഠനത്തിൽ വേണ്ടത് ശ്രദ്ധിക്കാൻ. പക്ഷേ അവർ പിന്നീട് വലിയ ക്രൂവലായി, വലിയ സമൂഹത്തിന് ബാധ്യതയായി തീരുന്ന രീതി വരരുത്. അവരെ കൂടി മുന്നിൽ കണ്ടുള്ള പദ്ധതികൾ ഗവൺമെൻറ് ആവിഷ്കരിക്കണം. ഇൻ ദ മീൻ ടൈം എൻ്റർപ്രണർഷിപ്പ് എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്ന സമൂഹത്തിൽ നല്ല പ്രചരണം വരണം. ഒരു എൻ്റർപ്രണറായാൽ ഒരു നാട്ടിൽ കിട്ടുന്ന വില അത് പറഞ്ഞു കൊടുക്കണം. എൻജിനീയർ ആയാലും ഡോക്ടറായാലും ഒന്നും അത്രയും കിട്ടത്തില്ല. എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ ദൈവതുല്യനായൊരു മനുഷ്യനാണ്, അല്ലെ ഒരു മനുഷ്യത്തെയാണ്. ഓർത്തണം, കഴിഞ്ഞ ദിവസം ഞാൻ എന്തോ വായിച്ചപ്പോൾ കണ്ടു, ഒരു ലേഡി, ഒരു അമ്മ വീട്ടിൽ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി, കുമളിയിൽ. ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം രാഷ്ട്രം ആദരിച്ച ആ സ്ത്രീയെ എത്രായിരം കോടി രൂപയുടെ കേക്കാണ് അവർ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നുണ്ടോ. ആ അമ്മ വെറും വീട്ടമ്മയായിരുന്ന അമ്മ ഇന്നിപ്പോൾ ആരാ? ജെറ്റ് വിമാനത്തിൽ സഞ്ചരിക്കുന്ന ഒരു മാതൃകാ വനിതയെ മാറി, അല്ലേ? എൻ്റർപ്രണറല്ലേ? അപ്പോൾ അതുപോലെ നമ്മുടെ യുവാക്കളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കണം, യുവതികളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കണം. അവരെ നല്ല മനുഷ്യശേഷിയുള്ളവരാക്കണം, ആരോഗ്യമുള്ളവരാക്കണം. മദ്യപാനവും പുകവലിയൊന്നും ഒരു ഗുണവും നമുക്ക് ചെയ്യത്തില്ല. അത് നമ്മളെ ദോഷം ചെയ്തുള്ളവരെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് നമുക്ക് ഒന്നിച്ച് മുമ്പോട്ട് പോകാം. ഒരാളും നിരാശനായിരിക്കാൻ പാടില്ല. ഒരാളും താൻ പരാജയപ്പെടുന്ന ഒരു വീട്ടിൽ കുത്തി, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഗവൺമെൻറ് ഇപ്പം പുതിയ പദ്ധതി കൊണ്ടുവരണം. ഇപ്പോൾ ഒരു സർവേ നടക്കുന്നുണ്ട്, വളരെ നല്ല സർവേയാണ്. ജനങ്ങളോട് ചോദിക്കുക, അതാണ് ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടത്? ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇലക്ഷൻ മാനിഫെസ്റ്റോ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി നൂതനങ്ങളായ പദ്ധതികൾ എന്താ? അത് വളരെ നല്ലൊരു കാൽവെപ്പാണ്. അത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ ആളുകൾ മാത്രം ഉപയോഗപ്പെടുത്താൻ പോരാ. അത് എല്ലാവരും, ഈ നാട്ടിൽ നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും നൂതനങ്ങളായ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണം. വീടുകളിൽ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ ചോദിക്കണം, എന്താണ് നിങ്ങളുടെ ഐഡിയാസ്? ആ ഐഡിയാസിൽ പലരും പറയും സാധാരണ, അതുമല്ല, അതിൽ കേമത്തമുള്ള ഐഡിയാസുണ്ട്. അത് നോട്ട് ഔട്ട് ചെയ്ത് സ്റ്റേറ്റ് സോർട്ട് ഔട്ട് ചെയ്ത് അത് നടപ്പാക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമുക്ക് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞു. ഒന്ന്, നമ്മുടെ യുവതി യുവാക്കളെ എൻ്റർപ്രണർഷിപ്പിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അതിൽ പ്രാവീണ്യരാക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസവും പഠനവും കൊടുക്കണം. അവർക്കത് നോക്കിക്കാണാനുള്ള അവസരം കൊടുക്കണം. രണ്ട്, പലവിധ കാരണങ്ങളാൽ വിദ്യാഭ്യാസം ശരി കൊണ്ടുപോകാൻ പറ്റാതെ മറ്റുള്ള കൂട്ടുകാരികളുമൊക്കെ ഒരു വിദേശത്തൊക്കെ പോയി അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഉന്നതരാകുമ്പോൾ നിരാശരായി പിന്നെ ഈ കൊട്ടേഷൻകാരുടെയോ ഡ്രഗ് മാഫിയയുടെയോ കൈപ്പെട്ടു പോകാതെ അങ്ങനെയുള്ള കുറച്ച് യുവതികളും യുവാക്കളും ഉണ്ട് നമ്മളിവിടെ. 1000 പേരിൽ 5 പേരെങ്കിലും അങ്ങനെ വരും. ആ 5 പേരെ കണ്ടെത്തി പുനരധിവസിപ്പിക്കാനുള്ള നടപടി സർക്കാർ ആവിഷ്കരിക്കാൻ പദ്ധതികൾ കൊണ്ടുവരണം. ഈ രണ്ട് കാര്യമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും എൻ്റെ വ്യൂവേഴ്സിൻ്റെ മുമ്പിലും എന്നെ ശ്രദ്ധിക്കുന്ന ഗവൺമെൻറ് ഏജൻസികളുടെ മുമ്പിലും പറയാനുള്ളത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്. താങ്ക് യു.